ഇതൊരു മാപ്പപേക്ഷയായിട്ട് നിങ്ങൾ കണക്കാക്കണം. കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്റെ അറിവില്ലായ്മയാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ കണ്ണിങ്ങനെ തുറപ്പിച്ച സംഘമിത്രങ്ങളോടാണ് പറയാനുള്ളത്, ഇതൊരു മാപ്പപേക്ഷയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ നമ്മുടെ മിത്രങ്ങൾ കൂട്ടമായും അല്ലാതെയും വട്ടത്തിലും നീളത്തിലും കമിഴ്ന്നും കെടുന്നും ചരിഞ്ഞും നിന്നുമെല്ലാം ഒരുപാട് കമന്റുകളും തെറികളും വിളിച്ചിരുന്നു. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതൊരു മാപ്പപേക്ഷയായിട്ട് സ്വീകരിക്കണം. കാരണം നിങ്ങളുടെ ആ കമന്റുകൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നത് യുദ്ധമല്ല, ക്രിക്കറ്റ് കളിയാണ്. കാരണം ക്രിക്കറ്റ് കളിയിലാണല്ലോ ഒരു വിഭാഗം ജയിക്കുക, ഒരു വിഭാഗത്തിന് മാത്രമാണല്ലോ തോൽവി ഉണ്ടാവുക. അപ്പോ നിങ്ങളുടെ ആ കമന്റൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നടക്കുന്നത് യുദ്ധമല്ല, ക്രിക്കറ്റ് കളിയാണെന്ന്. എന്റെ പൊന്നു ഡാക്കളെ, പൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഉയർത്തി കാണിക്കുന്നൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് പറ്റിയ പേര് തന്നെയാണ് നിങ്ങളെ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നടക്കുന്നത് യുദ്ധമാണ്. ആ യുദ്ധത്തില് രണ്ടു കൂട്ടർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകാം, രണ്ടു കൂട്ടർക്കും മരണങ്ങൾ സംഭവിക്കാം. ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായിട്ടൊന്നും ഇവിടെ ആർക്കും ആക്രമിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മാപ്പാണല്ലോ. ഒരു മാപ്പൊക്കെ പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ ബ്രഞ്ച് മോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകനെ കുറിച്ചുള്ള ഒരു വാർത്ത കാണാനിടയായത്. ആ ന്യൂസിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് എഴുതിയിട്ടുള്ളത്, അദ്ദേഹം നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇസ്രായേലിൽ ഇറാന്റെ ബോംബുകൾ കൊണ്ട് നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് കണക്കുകളില്ല, അവിടെ കണക്കുകൾ എടുക്കാൻ പറ്റുന്നില്ല. അത്രയും നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബങ്കറിൽ പോലും ശവശരീരങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നേരിട്ടു കണ്ടു എന്ന് ബ്രഞ്ച് മോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകനാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്റെ ഭാവനയിൽ നിന്ന് എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നല്ല. കണ്ട ദൃക്സാക്ഷി പറയുന്ന വാർത്ത വായിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഞാന് നിരുപാധികം നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇനിയെങ്കിലും കമന്റ് അടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ നടക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലാതെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കമന്റ് അയക്കാൻ. ഇനി തുടങ്ങാലോ തെറിയുടെ അഭിഷേകം. എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, യുദ്ധം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കാരണം യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധം നടക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ മാത്രമല്ല, മൊത്തം രാജ്യങ്ങളിലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ട ആളുകൾ നമ്മളാണ് എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ. സംഘികളെ, നിങ്ങളുടെ തെറി തുടരട്ടെ.